വൃദ്ധനാണ് KSRTC ബസ്സിന്റെ ചില്ലടിച്ച് തകർത്തത്. KSRTC ബസ്സിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതായത് ആ ചേച്ചിക്ക് ഏതോ ഒരു സ്ഥലത്ത് ഇറങ്ങേണ്ടതായിട്ടുണ്ട്, സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലത്താണ് കേട്ടോ. അപ്പൊ കണ്ടക്ടർ പറഞ്ഞു ഇവിടെ സ്റ്റോപ്പ് ഇല്ല, സ്റ്റോപ്പുള്ളടത്ത് ഇറക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് പറ്റിയില്ല. ചേച്ചി കുറെ വീഡിയോ ഒക്കെ എടുത്തു, ഡ്രൈവറെയും കണ്ടക്ടറൊക്കെ വീഡിയോ എടുത്തു. അവസാനം എന്ത് ചെയ്താ അറിയോ? ദേഷ്യം സഹിക്കാൻ പറ്റാതെ ആ ഗ്ലാസ് അടിച്ചാ പൊളിച്ചു. കൊള്ളാല്ലേ? അവസാനം 25,000 ഉറുപ്യ പിഴയും കെട്ടി. ചെറിയൊരു തിരുത്തുണ്ട്, 28,000 ഉറുപ്യ, 25,000 അല്ല കേട്ടോ. കോട്ടക്കലിൽ നിന്നും കോഴിക്കോടേക്ക് ബസ് കയറിയതാണ്, KSRTC ബസ്സാണ്. പൊതുമുതൽ നശിപ്പിച്ചതിനാണ് കേസ്. ഭയങ്കരമായിട്ടുള്ള ധാർഷ്ട്യമായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ അവരുടെ കൺസേൺ ഇല്ലാതെ അവരുടെ വീഡിയോ ആളുകൾ പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയൊരു തെറ്റായിട്ട് അവർ കാണുന്നു. പൊതുമുതൽ നശിപ്പിച്ചാൽ ആളുകൾ ഈ സാധനം ഷെയർ ചെയ്യില്ലേ? പൊതുമുതൽ പറഞ്ഞാൽ എന്നെയും കൂടി നമ്മളെല്ലാവരുതാണ്, മനസ്സിലാക്കണം. നികുതി പണം സർക്കാരിന് കൊടുക്കുന്ന ഏതൊക്കെ വഴിയിലൂടെ എല്ലാവർക്കും അറിയില്ലേ? അപ്പോ പൊതുമുതൽ നശിപ്പിച്ചിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ശരിയാണോ? ഇവർക്ക് ടോയ്ലറ്റിൽ പോകാനുണ്ടായിരുന്നത്രേ, അതുകൊണ്ടാണത്രേ അവര് ബഹളം ഉണ്ടാക്കിയതും അവർ നിർത്തി കൊടുക്കാതിരുന്ന പഠിച്ചു പൊളിച്ചതും. എന്നാൽ ഇതൊന്നും കണ്ടക്ടറോട് പറഞ്ഞിട്ടില്ല. ഏത് കണ്ടക്ടർ ഇത് മഷിയിട്ട് നോക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒന്ന് കാണാട്ടോ. ഞാൻ ആദ്യം തന്നെ എന്തായാലും ഒരു കാര്യം പറയാം. അവരുടെ അടുത്ത് ഞാൻ ഈ ഒരു പ്രശ്നത്തിന് ഞാൻ ഓൾറെഡി മാപ്പ് പറഞ്ഞതാണ്. ഇതിനുള്ളൊരു ഫൈനും നമ്മൾ കെട്ടിവെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യല്ല. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പാനിക് ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അങ്ങനെ പല ആളുകൾക്കും അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. നിയമവിരുദ്ധമാണെങ്കിൽ ആ അബദ്ധങ്ങൾ കേസ് ആവാറുണ്ട്. അങ്ങനെ അതിന്റെ പിന്നാലെ പോകുന്നുള്ളതാ. ഒരു മാപ്പ് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു. ആ ഒരു ബസ് എവിടെ നിന്ന് എടുത്ത് ഏതുവരെ പോകുന്നോ അത്രയും ദൂരത്തെ ഫണ്ട് വേറെ കൊടുക്കണം. പിന്നെ ഒരു റൂട്ട് കട്ടായിട്ടുണ്ട്, അതിന്റെ കൊടുക്കണം. അങ്ങനെ 28,000 രൂപ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടം കാരണം, എന്റെ പൊന്നോ, പെട്ടെന്നുള്ള എടുത്തുചാട്ടം കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതല്ലേ? ഈ ഒരു കേസിനെ ഇവർ പലതുമായിട്ടും കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിട്ട വസ്ത്രവും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതുമെല്ലാം വെച്ചിട്ട് അവർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇപ്പം സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഏതു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ സ്ത്രീകളുണ്ട്. അവരെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നല്ല പെട അങ്ങ് കൊടുക്കും, നല്ല ഇടി കൊടുക്കും, അല്ലെങ്കിൽ നല്ല ബഹളം വെച്ച് ജനങ്ങളെ അറിയിക്കും. അല്ലാതെ KSRTC ബസിന്റെ ചില്ലൊന്നും അവർ തകർക്കാൻ പോകില്ല. പിന്നെ വേഷഭൂഷാദികളെ കുറിച്ചിട്ട് അത് വല്ലാത്തൊരു ഡയലോഗാണ് കേട്ടോ. ഞാൻ തന്നെ എന്തപ്പോ അങ്ങനെയൊക്കെ പറയാണെന്ന് വെച്ചിട്ട് ഞാൻ തെരഞ്ഞു നോക്കുകയാണ് ഇവർ ഇൻസ്റ്റഗ്രാം ഐ ഡി കയറി നോക്കുമ്പോ ആങ്കർ പ്രസന്റർ മുംബി എന്നാണ് എഴുതിയത്. മുംബി എന്നുള്ളത് ഈ കാണാണ്. അപ്പോ അതില് അവര് ഫുള്ള് തട്ടിട്ട് തന്നെയാണ്. ഇപ്പൊ ഈ തട്ടവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് നോക്കിയാട്ടോ. അങ്ങനെ നോക്കുമ്പോ ഇതിലൊരു കല്യാണ വീഡിയോ കാണുന്നുണ്ട്. ആ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ കണ്ടെത്തിക്കോ. അതില് ഒരു പുരുഷനുമായിട്ട് ചുണ്ടിൽ ഉമ്മ വെക്കുന്ന ഒരു സാധനം കണ്ടു. അപ്പൊ തന്നെ ആ തട്ടം കൂട്ടി വെച്ചിട്ട് ആരും പരിഹസിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊന്നും കാണിക്കൂല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കുന്ന ഒരാളായതുകൊണ്ടേ എനിക്ക് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. അങ്ങനെയൊന്നും കാണിക്കില്ല. ഇസ്ലാമില് വിശ്വസിക്കുന്ന അതിനെ പിന്തുടരുന്ന ആളുകൾ ഒരാണും പെണ്ണും തമ്മിൽ അങ്ങനെ ഒരു ലിപ് ലോക്ക് അല്ലെങ്കിൽ ചുണ്ടത്തിന് ഉമ്മ വെക്കുന്ന സാധനം ഇടൂല. തട്ടമിടുന്നുണ്ട് വെച്ചിട്ട് അവർ ഫുള്ളായി ഫോളോ ചെയ്യുന്ന ആളുകളാണെന്ന് വിശ്വസിക്കരുത്. അത് തെറ്റാണ്. ചില ആളുകളുടെ ചോയ്സ് ആണ് തട്ടം എന്നുള്ളത്. ബസ്സിൽ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് നിർത്തി തരാൻ വേണ്ടി. ബസ് കയറിയത് ഞാൻ കോട്ടക്കൽ വെച്ചിട്ടാണ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കോടേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞാൻ കോഴിക്കോട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഇവിടെ ഒന്ന് നിർത്തി തരുമെന്ന് ചോദിച്ചു. ലുലുവിൻ്റെ സൈഡിൽ നിർത്തി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ലുലുവിൽ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാൽ മിംസിൻ്റെ അവിടെ നിർത്തി തരും, അതൊരു സ്റ്റോപ്പാണല്ലോ, അങ്ങനെ നിർത്തി തരാൻ പറ്റുമോ? അപ്പോഴും പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ലെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യുക, അല്ലാണ്ട് വേറെ നിവർത്തിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയായിരുന്നു, വേറെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു സപ്പോർട്ട് ഇല്ലാത്തൊരു രീതിയിലാണ്. അപ്പം നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ട്രിഗറായിട്ട് എന്താണെന്നുള്ളൊരു ഇതിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ചെറിയൊരു കയ്യബദ്ധം, കുറച്ച് കായ് അങ്ങ് പോയി കിട്ടി എന്നുള്ളതാണ്. എടോ, നിങ്ങൾക്ക് എന്താണ് അർജന്റ് വെച്ചാൽ കണ്ടക്ടറോട് മാന്യമായി പറഞ്ഞൂടെ? ഒരാണായ എനിക്ക് അതെങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എന്തായാലും അവർ പറഞ്ഞ സ്ഥലത്ത് ഇറക്കി കൊടുക്കും രാത്രി കാലങ്ങളിൽ, അല്ലേ? പക്ഷെ ഒരാണിന് രാത്രി കാലങ്ങളിൽ അങ്ങനെ പറഞ്ഞ സ്ഥലത്തൊന്നും ഇറക്കി കൊടുക്കൂല, കറക്റ്റ് സ്റ്റോപ്പിൽ ഇറക്കി തരുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഈ ആശുപത്രിയുടെ അവിടെ ഇറങ്ങണം, ഒന്നും ചോദിച്ചില്ല, നിർത്തി തന്നു. അങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ അർജന്റ് എന്താണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അർജന്റ് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിർത്തില്ലേ?
പിന്നെ എമർജൻസി എക്സിറ്റ് ഞാൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു എന്നാ പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, എന്താ പറഞ്ഞെന്നൊന്ന് കാണാലോ. എടുത്തുചാട്ടം കുറച്ച് കൂടുതലാ. എമർജൻസി എക്സിറ്റ് ഞാൻ യൂസ് ചെയ്യും എന്നുള്ള വാക്ക് ഇതിൽ ഞാൻ കേട്ടില്ല. നിങ്ങൾ നിർത്തണം, മിംസിന്റെ അവിടെ നിർത്തണം, നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പില്ലേ, എന്തിനാണ് എന്റെ വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ആ വീഡിയോയിൽ പെടില്ലേ? എന്തായാലും നിങ്ങളെടുത്ത വീഡിയോസ് ഒക്കെ പോലീസുകാർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ പൊതുമുതൽ നശിപ്പിച്ചത് കൊണ്ട് തന്നെ അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ജനങ്ങളുടെ ഉത്തരവാദിത്തം. പൊതുമുതലാണ് നശിപ്പിച്ചിട്ടുള്ളത്. ആ വീഡിയോ എടുത്ത ആൾക്കും കൂടി അവകാശമുള്ള ആ ഒരു പൊതുമുതലാണ് നിങ്ങൾ നശിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഓക്കെ, നിങ്ങൾ തെറ്റ് സമ്മതിക്കുന്നു, അത് വലിയ കാര്യം. പക്ഷെ അവിടെ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നത് കേട്ടോ. നമുക്ക് തെറ്റുകളൊക്കെ പറ്റാം, അത് അപ്പൊ തന്നെ തിരുത്താൻ കഴിയുന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ടോയ്ലറ്റിൽ പോകാനാണെന്നുള്ളൊരു കാര്യം അയാളോട് പറയാത്തത്? മഷിയിട്ട് നോക്കാനൊന്നും കഴിയില്ല. കണ്ടക്ടർ ഒരു സാധാരണ മനുഷ്യനാണ്, അത് മനസ്സിലാക്കണം. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള പ്രൊവോക്കേഷൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ബസ് നിർത്തി തരാതിരിക്കൊന്നുമില്ല. ഇഷ്ടംപോലെ അനുഭവമുള്ള ആളുകളല്ലേ നമ്മളൊക്കെ. അപ്പം അങ്ങനെയാണ്. എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായതാണ്. അതായത് ഞാൻ ടോയ്ലറ്റ് പോകാനുള്ള എമർജൻസി. അപ്പോൾ ഇതിന് ഒരുപാട് ബാഡായിട്ടുള്ള കമൻസ് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ ഇപ്പൊ ബാഡായിട്ട് കമന്റ് വരുന്നത്? പറയേണ്ട ഇടത്ത് പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ചില ആളുകൾ നെഗറ്റീവ് കമന്റ് ഇടും. ഞാനിത് ചൂണ്ടിക്കാണിക്കാൻ തന്നെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തൊരു വലിയ തെറ്റാണ്. ആ തെറ്റ് അത് ജനങ്ങൾ ആവർത്തിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് എമർജൻസി ആയിട്ടൊന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടക്ടർ ഇപ്പൊ മഷി ഇട്ടിട്ട് നോക്കാം വെറ്റിലും ഇതൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അത് കണ്ട് ഒരാള് ഇങ്ങനെ പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ബസ് നിർത്തി കൊടുക്കും. കൊള്ളാം. പിന്നീട് ബസ്സിൽ തന്നെയുള്ള ഹാമർ എടുത്തിട്ട് ചില്ലടിച്ച് തകർക്കാം എന്ന് തോന്നാൻ എന്താ കാരണം? അത് അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിചാരിച്ച് വന്നിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു മൊമെൻറ്റിൽ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. ഒരിക്കലും ഓക്കെ എന്നത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നുണ്ടായതല്ല. എമർജൻസി ഡോർ തുറന്നിട്ട് പുറത്തേക്ക് പോകാന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണ് ആ ഒരു മൊമെൻറ്റിൽ എന്താണ് നമ്മൾക്ക് ചെയ്യാന്നുള്ളൊരു പെട്ടെന്ന് ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നത്. അവർക്ക് അതിന് കറക്റ്റ് ഒരു മറുപടി പറയാൻ കഴിയില്ല. ആ ഒരു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവരത് അടിച്ചു പൊളിച്ചു, അല്ലാതെ എമർജൻസി ഡോർ ഉപയോഗിച്ച് പോകാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. കാരണം നമ്മൾ ആ വീഡിയോ കണ്ടതാണ്, കേട്ടതാണ്, അതുകൊണ്ട് അതിൽ അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതായത് പ്രശ്നം ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞ സംഭവം ഇപ്പം ഇന്നലെയാണ് ഇത് വൈറലായിട്ടുള്ളത്. അതൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു ഇതിലാണ് ഇത് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് എനിക്ക് ആൾക്കാർ ഇത് അയച്ചു തരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട്. ഫസ്റ്റ് കണ്ട ഒരു വീഡിയോയിൽ ഇത് ബ്ലറായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഫേസ് ബ്ലറാക്കിയിട്ടാണ് ഇട്ടത്. അപ്പം പലർക്കും ഞാനാണോന്ന് ഡൗട്ടാണ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം വന്നിട്ടുള്ള എല്ലാ പേജിലും ഫേസ് റിവീൽ ചെയ്തിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൺസെൻറ്റ് ഇല്ലാണ്ട് ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്നുള്ളത് അവരെന്നെ പറയേണ്ടതാണ്. ഇത് ഇങ്ങനൊരു നടന്നതിൻ്റെ ശേഷം സൈബർ അറ്റാക്കിങ്, സൈബർ ക്രൈം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിപ്പം എന്തിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിലും വലിയൊരു ക്രൈം തന്നെയാണ്. അപ്പം ഞാൻ ചെയ്തതിനെ ജസ്റ്റിഫൈ ചെയ്യല്ല, പക്ഷേ ഇതിൻ്റെ മേളിൽ ഇത്രയും ആൾക്കാർ എന്നെ ബുള്ളി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് അറിയില്ല. എൻ്റെ അക്കൗണ്ട് ഇപ്പം ഓൾമോസ്റ്റ് ഒരു 20 വട്ടം എങ്ങാനും ഇത് ഞാൻ പാസ്വേഡ് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആൾക്കാർ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് എന്താണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്. അതെ, സോഷ്യൽ മീഡിയ അക്കൗണ്ട്. അപ്പോൾ ഇതിന് ഇത്രയും ആൾക്കാർ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. കൃത്യസമയത്ത് യാത്ര ചെയ്യാൻ വേണ്ടി വന്നിരുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ കാരണം ഒരു ബസ് റൂട്ട് അവരവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അല്ലേ?
അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനില്ല. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് അത്യാവശ്യമായിട്ട് ടോയ്ലറ്റ് പോകാനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും അത് കണ്ടക്ടറോട് പറഞ്ഞിരുന്നെങ്കിൽ കൃത്യസമയത്ത് അവർ നിർത്തി തന്നേനെ. പക്ഷെ അതല്ല ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളെ കൺസേൺ ഇല്ലാതെ ആ വീഡിയോ പ്രചരിപ്പിച്ചാണ് നിങ്ങളെ കുഴപ്പമല്ലേ. പൊതുമുതൽ നശിപ്പിച്ചിട്ട് ഇങ്ങനെ ന്യായീകരിക്കരുത്. ഞാൻ ന്യായീകരിക്കല്ല എന്ന് പറഞ്ഞിട്ട് ന്യായീകരണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. സൈബർ ക്രൈം വലിയൊരു തെറ്റ് തന്നെയാണ്, ഒരു തർക്കമില്ലാത്ത കാര്യമാണത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര തെറ്റാണ് കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ ബസ് കാത്തിരുന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം, കൃത്യസമയത്ത് എത്താൻ വേണ്ടി കാത്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. ആ സമയത്ത് ചിലപ്പോൾ ആ ബസ് മാത്രമായിരുന്നിരിക്കാം ഉണ്ടായിരുന്നത്. നിങ്ങൾ കാരണം ആ ബസ് റൂട്ട് അവരവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുമൂലം ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. നമുക്ക് നമ്മുടെ സമയവും നമ്മുടെ മാനവും മാത്രമാണല്ലോ വലുത്. മറ്റൊരു ആളുകളുടെ മാനാഭിമാനത്തിനും സമയത്തിനും നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെങ്കിൽ അത് നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ റിപ്പോർട്ട് അടിക്കുക എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഞാനും കണ്ടു എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗത്ത് ഒരു വലിയ തെറ്റുണ്ട്. ആ തെറ്റാണ് ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ തെറി വിളിക്കുന്നതും അശ്ലീലം പറയുന്നതുമായ സാധനങ്ങളോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ 28,000 രൂപ പിഴ അടച്ചു, അവിടെ മാപ്പപേക്ഷ എഴുതി കൊടുത്തു, ബാക്കിയുള്ള നിയമപരമായ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും നാളെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ആളുകൾ കൂടുതലായിട്ടും ആ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ന്യായീകരണം കുറച്ച് കൂടി പോയി. ഇങ്ങനെയൊന്നും ന്യായീകരിച്ച് മെഴുകേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് മൈൻഡ് കൊടുക്കാതിരുന്നാൽ തന്നെ അത് മാറിപ്പോയേനെ. പക്ഷെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഇതിനോടകം തന്നെ എടുത്ത് പൊങ്കാലിടുന്നത് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും ന്യായീകരിക്കാതിരിക്കുക, തെറ്റ് ഏറ്റു പറയുക, അത്രേ പറയുന്നുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.